നമ്മളെ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ 22ാം വാർഷികത്തോടനുബന്ധിച്ച് അല്ലേ ഇന്ന് സ്ത്രീരോഗ നിർണയ ക്യാമ്പ് അല്ലേ എങ്ങനെയുണ്ട്? ഓതായിക്കാർ വളരെ ആവേശത്തോടാണ് ഇത് സ്വീകരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, ഒന്ന് സ്ത്രീരോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ജീവിതശൈലിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന നിലയിൽ ഒരുപാട് പേർക്ക് ഇന്ന് സ്ത്രീ സംബന്ധമായ രോഗങ്ങളുണ്ട്. ഇത് നിർണ്ണയിക്കേണ്ട ഒരു ക്യാമ്പുകൾ ഇന്ന് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ പോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗമാണ് അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് അത് വരുന്നത് തടയാൻ വേണ്ടി ഇതുപോലെ ക്യാമ്പുകൾ ഒരുപാട് ഉണ്ടാക്കേണ്ടതുണ്ട്. ഓക്കെ, ആളില്ല പക്ഷെ എല്ലാവർക്കും ഇരിക്കാൻ നല്ല ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡോക്ടർ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധനാ റൂമിൽ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആയതുകൊണ്ടല്ലേ. ഇവിടുന്ന് ECG എടുക്കണോ? ഇനി ഇവിടെ ECG ഉണ്ടോ? ECG ഉണ്ടോ? ആണ് നമ്മൾ ഇന്ന് എല്ലാ കാര്യത്തിനും ഇവിടെ മുന്നിട്ടിരിക്കുന്നത്. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നിർണ്ണയിക്കാൻ പറ്റുമോ ഇവിടുന്ന്? പിന്നെ സ്കാനിങ്ങിന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ വിടുന്നുണ്ട്. ഓക്കെ അപ്പോൾ സ്കാനിങ് ചെയ്തതിന് ശേഷം ഡിസിഷൻ എടുക്കാന്നുള്ളതിലാണ് അല്ലേ? അത്യാവശ്യം പേഷ്യൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിൽ സ്ത്രീകളോട് ചോദിച്ചാൽ പോലും പറയും എന്താണ്, ഞങ്ങൾക്ക് അടുക്കളയിൽ തന്നെ ഇഷ്ടംപോലെ പണിയുണ്ടെന്ന് അറിയും. എന്നിട്ട് ഇപ്പുറത്ത് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യൂ, അപ്പുറത്ത് ജ്യൂസ് മെഷീനിൽ ജ്യൂസ് അടിക്കൂ, ഇതൊക്കെ ചെയ്തിട്ട് പറയും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. അതൊന്നും നല്ല പണി തന്നാൽ ശരിക്കും അധ്വാനിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവിതശൈലി രോഗം തന്നെയാണ് ഈ ഫൈബ്രോയിഡൊക്കെ അല്ലേ? PCOD, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, ഇതൊക്കെ ഒന്ന് കുട്ടികളിൽ പോലും ഒരുപാട് കാണുന്നുണ്ട്. അത്ര സാഹചര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അല്ലേ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡ് ചെയ്യുക, വെരി ഗുഡ്. പിന്നെ ജലാംശം അതെ, ജലാംശം ഇപ്പോൾ അമിത വണ്ണത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്. 2 വിദഗ്ധ ഗൈനക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതായാലും അവിടെ ഞാൻ പറഞ്ഞല്ലോ, പരിശോധനാ റൂം സ്ത്രീകൾക്ക് വേണ്ടി വളരെ സെക്യൂർ ആക്കി വെച്ചതുകൊണ്ട് അവിടെ പോയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല. ഓക്കെ, വെയിറ്റിംഗ് ഏരിയ മാത്രം കാണിച്ചു തരാം. ഒരുപാട് പേര് ഇവിടെ വെയിറ്റിങ്ങിലുണ്ട്. ക്യാമ്പിന് വന്നപ്പോൾ ഇങ്ങോട്ട് അങ്ങാടിയിൽ ഇറങ്ങുന്നില്ലേ? കാരണം എന്നെ എല്ലാവരും ഒതായിക്കാരനെന്നാണ് പറയാറുള്ളത്. നമ്മൾ ഇവിടുന്ന് തുടങ്ങിയതാണല്ലോ. എന്തായാലും ഇത് ക്യാമ്പ് നല്ലൊരു ഇതായില്ലേ? കാരണം ഒരുപാട് സ്ത്രീകൾ ഇതിനായിട്ട് വന്ന് കാണിക്കൂല, ക്യാമ്പിൽ വരുമ്പം വന്ന് നോക്കി പരിശോധിച്ചോളൂ. പല അസുഖങ്ങളും നിർണ്ണയിക്കാൻ പറ്റും അല്ലേ? നമ്മളെ പഴയ സ്ഥലത്ത് ഞാൻ ഇവിടെ നിന്നത് അവിടെ ആലോചിക്കുമ്പോൾ പണ്ട് വന്ന കാലം ഓർമ്മ വരുന്നത്. പണ്ട് ഇവിടെ വന്ന് നമ്മൾ പരിശോധിക്കുമ്പോ അന്നൊക്കെ ഇങ്ങനെ യൂട്യൂബിന്റെ വട്ടല്ലായിരുന്നുള്ളത്. അന്ന് ഈ ക്രിക്കറ്റിന്റെ വട്ട്, സിനിമന്റെ വട്ടം ഒക്കെ ആയിരുന്നു. അല്ല, എന്തെങ്കിലും ഒരു വട്ട് വേണമല്ലോ എപ്പോഴും. അല്ല, ഇതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്ക് ഉപകാരമെങ്കിലും ഉണ്ടാവും. മറ്റേന്ന് പറഞ്ഞാൽ ആ സമയം നമ്മൾ ക്രിക്കറ്റ് ആയിരുന്നു അന്നത്തെ. കാണാനുള്ള ഒരു അവസരം കൂടി കിട്ടി ക്യാമ്പിന് വന്നോണ്ട്. കുറെ ആയി കണ്ടിട്ട് എല്ലാരും അല്ലേ? ഇത് നമ്മൾ അബുക്കാന്റെ ചായക്കട എന്ന് പറയുന്ന ഇതല്ലേ? ഭയങ്കര പേര് കേട്ട കട. നിങ്ങളെ ചായ കുടിക്കാനായാലും ഇവിടെ വന്നിട്ട് അതെന്നെ വലിയ ഭാഗ്യ. ഏതായാലും നമ്മൾ അബുക്കാന്റെ കഞ്ഞി, അത് പൂളക്കൂട്ടാനല്ലേ? ഇത് അബുക്കാന്റെ പൂളക്കൂട്ടാനും. നമ്മളെ ഹബീബ് സാഹിബ് സ്ഥലം കച്ചവടാക്കുന്നത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. സാഹിബ്, നിങ്ങൾക്ക് ഇത്ര കഴിവുണ്ട് എന്നുള്ള ഇപ്പോഴാണ് മനസ്സിലാവും. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ പഴയ നാട്ടിൻപുറത്തൊക്കെ ഇരിക്കുന്നൊരു സുഖമുണ്ട്. വീണ ഒരു ചെറിയൊരു പഴയ പാട്ടുകൂടിയും വെച്ചാണ്ടല്ലോ. പഴയ ഷീലൻ്റെയും നസീറിൻ്റെയും കാലത്ത് ഒരു പാട്ടുകൂടിയോടെ വെച്ചാൽ ഗംഭീരായി അല്ലേ? സഖാവ് എന്താ പറയും, നിങ്ങളെ കുറെ അല്ലേ കണ്ടിട്ട് നമ്മളില്ലേ? ഒരുപാട് കാലമായി. ഏതായാലും കാണാനായല്ലോ. ഇങ്ങനെ ഉദായിക്കൊന്ന് ഇറങ്ങാനായോണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാണാനായി. നിങ്ങളെ അനിയന്റെ കട അല്ലേ? അനിയന്റെ കട ഗംഭീരാണ്. ഞങ്ങൾ ഇവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. ഓഹോ, കാണുമ്പോൾ തന്നെ നമ്മളെ നാട്ടുകാരെ കാണുമ്പോണാ. കാരണം നമ്മളെ ആ ഒരു നല്ല കാലം മുഴുവനും ഇവിടെയാണല്ലോ ചെലവഴിച്ച്. എന്ത് പറയും നിങ്ങൾക്ക്?